കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു PV ആശാരി ഉപദേശി ഒരു മീറ്റിംഗ് നടത്തി. എനിക്കത് 13 or 14 വയസ്സുണ്ട്. ഞാൻ ആ രാത്രി യോഗത്തിലുണ്ടായിരുന്നു. ആളുകൾ കൺവെൻഷൻസ് നടക്കുന്ന സ്ഥലത്തിന്റെ വെളിയിൽ നിന്ന് വലിയ കല്ലുകൾ വലിച്ച് ആശാരി ഉപദേശിയുടെ നേരെ ഏറി. ആളുകൾ ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് ആളുകളുടെ ഇടയിൽ ആ കല്ല് വന്ന് വീണത് സ്റ്റേജ് വരെ വന്നില്ല. ഞാൻ ആ സംഭവ സ്ഥലത്തുണ്ട്. ആശാരി ഉപദേശി സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്തു, ആരുടെയെങ്കിലും ദേഹത്ത് ഒരു കല്ല് വീണിട്ടുണ്ടെങ്കിൽ കളയരുത്, കല്ല് കൊണ്ട് മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. കല്ല് കൂന കൂട്ടി മേശപ്പുറത്ത്. ആശാരി ഉപദേശി പരസ്യമായി വിളിച്ചു, ആരാടാ എറിഞ്ഞത്, കയറി വാ. ആരും വന്നില്ല. അദ്ദേഹം ആ കൽക്കൂനയുടെ പുറത്ത് കൈവച്ചു പറഞ്ഞു, കർത്താവേ, ഇന്ന് ഈ കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുമ്പേ ഇവനെ കാണിച്ചു തരണം. പ്രാർത്ഥിച്ചു വിട്ടു. ആശീർവാദം പറയുന്നതിന് മുന്നമേ 2-3 പേര് ഓടി സ്റ്റേജിന്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, എറിഞ്ഞവന്റെ ശരീരത്തോടെ ഒരു ലോറി കയറി ഓടി. അവനെ തേണ്ട അവിടെ ഒരു ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ഉണ്ട്, അതിനകത്തോട്ട് അഡ്മിറ്റ് ചെയ്തു. അവന്റെ കാല് രണ്ടും അരഞ്ഞുപോയി. ആള് ചാകാതിരിക്കാനെന്ന് പ്രാർത്ഥിക്കണം. ആശാരി ഉപദേശി പറഞ്ഞ ഒരു മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. അവന്റെ മേൽവിലാസം തന്നേക്ക്, ശിക്ഷയുടെ കാലം തീരുമ്പോൾ ഞാൻ ഒരു കാർഡ് ഇട്ടേക്കാം. ഞാൻ അതിനെ കാണാൻ ആശുപത്രിയിലൊന്നും വരത്തില്ല. മര്യാദയ്ക്ക് ഞാൻ വിളിച്ചതാ എറിഞ്ഞവൻ വരാൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ദൈവദാസന്മാർക്കെതിരെയുള്ള വാക്കുകൾ അധികാരിയാണെങ്കിൽ നടന്നിരിക്കും, ശാപമായി മാറാം. ആശാരി ഉപദേശിയുടെ രണ്ടാമതൊരു ചരിത്രം. ജോധ്പൂർ എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു പരസ്യ മീറ്റിംഗ് നടത്തുമ്പോൾ ജോർജ് എന്ന് പറയുന്ന ഒരു മല്ലപ്പള്ളിക്കാരൻ മലയാളി വഴക്കുണ്ടാക്കാൻ കയറി ചെന്നു. അന്ന് രാത്രിയിൽ വഴക്കുണ്ടാക്കിയെങ്കിലും ആളുകളെല്ലാം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജോർജിനെ പറഞ്ഞു. പിറ്റേ ദിവസം മീറ്റിംഗിന് വന്നു കയറുമ്പോൾ ആശാരി ഉപദേശിക്ക് ഇന്നലത്തെ വാശി ഓർമ്മ വന്നു. അവിടെ നിന്നുകൊണ്ടൊരു വിളിച്ചടാ, ജോർജ് എവിടെ കാണുകൊണ്ടേ വാടാ സേതേക്കറി വാടാ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, എന്നെ തൊട്ടാൽ നിന്നെ തീ കത്തുമടാ. 2-3 പ്രാവശ്യം വെല്ലുവിളിച്ച് ഒരു ജോർജും വന്നില്ല. ജോർജ് തീരുമാനിച്ച് ഇന്ന് ഇവനെ സ്റ്റേജിലിട്ട് കുത്തിക്കൊല്ലും. അതുകൊണ്ട് ഒരല്പം കൂടെ കുടിച്ചേ തീരത്തുള്ളൂ. ജോർജ് കുറച്ചുകൂടെ കുടിക്കാൻ പോയി. ആശാരി ഇവിടെ നിന്ന് വിളിക്കുകയാണ്, എടാ ജോർജെ വാടാ, വന്ന് നിന്റെ കുറ്റം ഏറ്റു പറയടാ, ഇല്ലെങ്കിൽ ഇന്ന് കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുന്നമേ നിന്റെ ശവം ജോധ്പൂരിന്റെ തെരുവീഥിയിൽ. അങ്ങനെ പറഞ്ഞു. ജോർജ് ജോധ്പൂരിൽ പോയി ഒരു കള്ളിഷാപ്പിൽ പോയി ഒത്തിരി കൂടെ കുടിച്ചേച്ച് ആ ആശാരിയെ കൊല്ലാൻ വേണ്ടി വരികയാണ്. ജോധ്പൂർ സിറ്റിയുടെ മെയിൻ ഡോർ ഗേറ്റിനെ ജലോരി ഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ മെയിൻ ഗേറ്റിലൂടെ ഒരു സൈക്കിളിൽ ജോർജ് ചവിട്ടി വരികയാണ്. ആശാരിയെ കുത്താൻ വേണ്ടി ഒരു കഠാരി കയ്യിലുണ്ട്. ഒരു കയ്യിൽ കഠാരിയുമായി സൈക്കിൾ ചവിട്ടി ജലോരി ഗേറ്റിൽ കൂടെ വരുമ്പോൾ ഒരു സൈഡിൽ ഇരുന്ന ഒരു ആശാരി കൊച്ചൻ ഇത് കണ്ടു. ആ ആശാരി സേജ പ്രസംഗിക്കുന്ന ആശാരി അല്ല, ജോധ്പൂരിലുള്ള ഒരു ആശാരി കൊച്ചൻ. ജോർജും ആശാരിയും തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ട് പണ്ട്. ഇപ്പോഴീ കഠാരിയുമായി വരുന്നത് മറ്റേ ആശാരി കണ്ടു. അവൻ വിചാരിച്ച് ഈ വരുന്ന വരവിന് എന്നെ തീർത്തത് തന്നെ. എന്നാ പിന്നെ തീരുന്നതിന് മുമ്പേ ഒരു കരുതലാകട്ടെ എന്നിട്ട് അവന്റെ നീളമുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു, അത് അവന് മൂരി. ജോർജ് PV ആശാരിക്കെതിരെ ചീത്ത വിചാരിച്ചു വരിക. ജലോരി ഗേറ്റിന്റെ സെന്ററിലായപ്പോൾ ഈ ആശാരി കയ്യിലിരുന്ന നീളമുള്ള ആ സ്ക്രൂ ഡ്രൈവർ ഒറ്റ കയറ്റി. നിങ്ങളുടെ ജോർജ് കണ്ട ജലോരി ഗേറ്റിന്റെ നടുക്ക് ആശീർവാദം പറയുന്നതിന് മുന്നമേ മെസ്സേജ് വന്നു, ജോർജ് പോയി. ഇതൊക്കെ ചില ഇമ്മീഡിയറ്റ് നടന്ന സംഭവങ്ങളാണ്. നമുക്ക് ദൃഷ്ടാന്തത്തിന് വേണ്ടി ദൈവം കാണിച്ചതാ. ദൈവമേ, നമുക്കൊന്നും വരാഞ്ഞതിനായി നന്ദി. ദൈവത്തോടുള്ള മറുതലിപ്പ് ശാപം കൊണ്ടുവരും. ദൈവ ഭക്തന്മാർക്ക് നേരെയുള്ള മറുതലിപ്പ് ശാപം കൊണ്ടുവരും. ഇന്ന് പകൽ എന്താണ് ദൈവത്തോട് ഏറ്റു പറയുവാനുള്ളത്? ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവർ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. നിങ്ങളുടെ ശാപങ്ങൾ പൊട്ടിക്കിട്ടേണ്ടതിന് ദൈവിക വ്യവസ്ഥയിൽ വന്നേ മതിയാകും. സ്നാനപ്പെടാത്തവർ സ്നാനത്തിന് തയ്യാറാകുക. വേർപെടാത്തവർ വേർപാടിന് തയ്യാറാകുക.